നമ്മുടെ കുട്ടികളുടെ കരുതലിന്റെ ഭാഗമായിട്ട് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കുകയും അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. ബാഡ് ടച്ച് വന്നാൽ സേ നോ എന്ന് ഉറക്കെ പറയാൻ, തുടരുത്, വേണ്ട എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം ഓരോ കുട്ടികളിലും നമ്മൾ വളർത്തിയെടുക്കണം. ആദ്യം ഗുഡ് ടച്ചും ബാഡ് ടച്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമുള്ള വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്കൂളുകളിലും ഇത് പറയുന്നുണ്ട്, യൂട്യൂബിലും എല്ലാം സെർച്ച് ചെയ്താൽ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ആദ്യമേ ഗുഡ് ടച്ച് എന്താണെന്ന് പറഞ്ഞാൽ സ്നേഹസ്പർശനം അല്ലെങ്കിൽ നല്ല സ്പർശനം. ബാഡ് ടച്ച് എന്ന് പറയുന്നത് മോശം സ്പർശനമാണ്. ഗുഡ് ടച്ച് നമുക്ക് ആശ്വാസം നൽകുന്നു, സ്നേഹം നൽകുന്നു, സുരക്ഷിതത്വം നൽകുന്നു. ബാഡ് ടച്ച് നമുക്ക് ഭയം നൽകുന്നു, നമുക്ക് സുരക്ഷിതത്വമില്ലായ്മ തോന്നുന്നു, പേടി തോന്നുന്നു, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെയുള്ള ഉമ്മ, കെട്ടിപ്പിടിക്കല്, അച്ഛന്റെ കെട്ടിപ്പിടിക്കല്, ഉമ്മ, മുത്തശ്ശിയുടെ തലോടല്, സുഹൃത്തുക്കളുടെ തലോടല്, സുഹൃത്തുക്കളുടെ ടച്ച്, ഇതെല്ലാം ഗുഡ് ടച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഏറ്റവും കരുതലും തണലും നൽകുന്നുണ്ട്, ആശ്വാസവും. പക്ഷെ ബാഡ് ടച്ച് എന്ന് പറയുന്നത് പിടിച്ചു വലിക്കല്, മുറുകെ പിടിക്കുക, വേദനയോട് ഉപദ്രവിക്കുക, ബലപ്രയോഗം നടത്തുക, സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക, ഇതെല്ലാം ബാഡ് ടച്ചാണ്. ബാഡ് ടച്ചിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നമ്മുടെ കുട്ടികളുടെ സുരക്ഷിത ലോകത്തിന്, സന്തോഷത്തിന്റെ വളർച്ചയ്ക്ക് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.